ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് തിരുത്തി സർക്കാർ. ആചാരം സംരക്ഷിക്കുമെന്ന നിലപാടിലാണ് നിലവിൽ സർക്കാർ. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലും വിഷയം ചർച്ച ചെയ്യുമെന്നാണ് വിവരം. നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും നിലപാട് തിരുത്തിയിരുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശനം വേണ്ടെന്ന് ബോർഡ് പ്രമേയം പാസാക്കിയിരുന്നു. യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള 7 ചോദ്യങ്ങളിൽ സ്ത്രീകളുടെ പ്രവേശനം വേണമോ വേണ്ടയോ എന്ന കാര്യം ഉൾപ്പെടുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അതിനാൽ അതിന്മേൽ അനാവശ്യമായ ചർച്ചകൾ നടത്തേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയത്തിൽ നിയമപരവും ഭരണഘടനാപരവുമായ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഉചിതമായ മറുപടി കോടതിയിൽ നൽകാൻ സംസ്ഥാന സർക്കാരിനോട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന പാർട്ടിയുടെ മുൻ നിലപാടിൽ യാതൊരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കണം. സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഭരണഘടനാപരമായ പരിശോധനയുടെ ഭാഗമാണെന്നും അത് എല്ലാ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആചാരങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും ലിംഗസമത്വവും ഉൾപ്പെടുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിനോ കോടതികൾക്കോ ഒറ്റയ്ക്ക് കഴിയില്ല. ആചാരങ്ങളെക്കുറിച്ചും സാമൂഹിക പരിഷ്കാരങ്ങളെക്കുറിച്ചും അറിവുള്ള പണ്ഡിതരുമായും വിദഗ്ധരുമായും ചർച്ച ചെയ്തു വേണം നിലപാട് സ്വീകരിക്കാൻ. എല്ലാ കാലത്തും വിശ്വാസികളുടെ വികാരം മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM എന്നും അദ്ദേഹം വിശദീകരിച്ചു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അടിക്കടി നിലപാട് മാറ്റുകയാണെന്നും ഇത് നിയമപ്രക്രിയയുടെ ദുരുപയോഗമാണെന്നുമാണ് സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരിക്കുന്നത്. വിശാല ബെഞ്ചിന് മുമ്പാകെ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും വിമർശിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സൃഷ്ടിച്ച ഈ വിപത്തിൽ കേന്ദ്രം ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ കുറ്റകരമായ മൗനം പാലിക്കുകയാണെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.